പിണറായി വിശ്വാസി തന്നെ ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഇത് സംബന്ധിച്ച് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയുടെ ഹെഡിങ്. അതിലൊരു ലേശം പെശമുണ്ടെന്നാണ് തോന്നുന്നത്. ഏതോ പരിചയമില്ലാത്ത സബ് എഡിറ്റർ ട്രെയിനി ആയിരിക്കണം ആ വാർത്തയുടെ ശീർഷകമിട്ടതെന്നാണ് തോന്നുന്നത്. കാരണം വെള്ളാപ്പള്ളി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെയാണ്, കല്ലിൽ എഴുതിയതുപോലെ ആവർത്തിച്ചുറപ്പിക്കേണ്ട ഒരു പ്രശ്നമേ വരുന്നില്ല. അതേ ഒന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. അതിനെക്കുറിച്ച് ആർക്കും സംശയവും വേണ്ട, വ്യാഖ്യാനങ്ങൾ വേണ്ട, പുതിയ നെറേറ്റീവ്സ് ഒന്നും കൊണ്ടുവരേണ്ട. പറഞ്ഞതങ്ങ് വിശ്വസിക്കുക, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഈ വാർത്തയുടെ ലീഡ് എഴുതിയപ്പോഴ് റിപ്പോർട്ടർ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ രീതിയിലൊരു തുടക്കം ആ വാർത്തയ്ക്ക് പാടില്ലായിരുന്നു എന്നാണ് കുറച്ചു കാലം ഈ പത്രപ്രവർത്തനം നടത്തിയിൽ നിന്നുള്ള എൻ്റെ ഒരു ഇത്. അത് മാത്രമല്ല, സബ് എഡിറ്റർ സബ് ചെയ്ത് കൊടുത്ത ഈ വാർത്ത പ്രസിലോട്ട് അയക്കുമ്പോൾ ചീഫ് സബ് എഡിറ്ററും അല്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അദ്ദേഹം എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നതാ, എത്ര വർഷത്തെ പരിചയമുള്ള ഒരാളെയാണ് ചീഫ് സബ് എഡിറ്റർ ആക്കുക? അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണല്ലോ. വെള്ളാപ്പള്ളി നടേശൻ സ്വാമികള് ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ആവർത്തിച്ചു എന്ന് കരുതുക, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ആവർത്തിച്ചു പറയുമല്ലോ, അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വിനയം കൊണ്ട് പറയുന്നതാ. നമ്മൾ അതിനെ അങ്ങനെ എടുക്കരുത്. ഒരിക്കൽ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയെന്ന് മനസ്സിലാക്കി അങ്ങനെ വേണം അതിനെ കണക്കിലെടുക്കാൻ. അതുപോലെ പമ്പയിൽ നടത്തിയ പ്രസംഗത്തിന് അദ്ദേഹം ഒരു ചെറിയ വിശദീകരണം, ഒരു വ്യാഖ്യാനം നമ്മുടെ വെള്ളാപ്പള്ളി അവറുകള് കൊണ്ടുവന്നിട്ടുണ്ട്. കണിച്ചുകുളങ്ങരയിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പിണറായി ഭക്തനായി മാറി എന്ന് പറഞ്ഞിട്ടില്ല, ഭക്തനാണ് എന്നാണ്. മറിച്ചു പറയുന്ന ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഭക്തനായി മാറി എന്ന് പറഞ്ഞാല് ഈ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തോടുകൂടി അദ്ദേഹം ഒരു ഭക്തനായി, നേരത്തെ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം വരിക. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്തുവാ? ഈ കഴിഞ്ഞ സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമലയിലെ സ്ത്രീകളെ കയറ്റാൻ പെടാപ്പാട് കഴിച്ച ഒരാളാണല്ലോ, ഭഗീരഥ പ്രയത്നം നടത്തിയല്ലോ. ആ കളി പാളിപ്പോയപ്പോ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ പിടിക്കാൻ വേണ്ടി പിണറായി ഒരു ഭക്തനായി മാറി എന്ന് വിരുദ്ധന്മാരെ ആക്ഷേപിക്കും. അതിനൊരു അവസരം കൊടുക്കാൻ പാടില്ല. അതാണ് പമ്പയിൽ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം. ആവർത്തിച്ചുറപ്പിക്കലല്ലേ, അതിനൊരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നതാണ്. അതായത് അദ്ദേഹം ഭക്തനായി മാറി എന്ന് പറഞ്ഞിട്ടില്ല, എന്നേ ഭക്തനാണ്. ജനിച്ചു തന്നെ ഭക്തനായിട്ടാ, അയ്യപ്പ ഭക്തനായിട്ടാ. പുലിപ്പുറത്ത് കയറി പന്തളത്തേക്ക് വരുന്നതിന്റെ ഒരു പ്രൗഢിയൊക്കെ അപ്പൊ തന്നെ നമ്മുടെ പിണറായി വിജയൻ സഖാവിന് ഉണ്ടായിരുന്നു. ആള് സഖാവായിട്ടാണ് പറഞ്ഞതെങ്കിലും ഭക്തനായിട്ടും കൂടിയാണ്. അതാണ്, മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പിറവിയുടെ സമയത്ത് പശ്ചാത്തലത്തിൽ ശരണമന്ത്രങ്ങളുടെ ട്യൂൺ ചിലർ കേട്ടിരുന്നു, അന്നേ ഒരു പറച്ചിലുള്ളതാണ്. ഇത് ചില മഹത് വ്യക്തികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. ഈ പിറവിയുടെ സമയത്ത് തന്നെ അദ്ദേഹം എന്താണ് ആവാൻ പോകുന്നത്, എങ്ങനെയുള്ളൊരു മനുഷ്യനായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കേട്ടിട്ടില്ല ചില തിരുപ്പിറവികൾ ഉണ്ടാകുമ്പോഴ ആകാശത്ത് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ, അതുപോലെ ഏതാണ്ട് അതുപോലെ. അതൊക്കെ കഴിഞ്ഞ് ചെറുപ്പമായി വാളുകളുടെയും വടിവാളുകളുടെയും ഇടയിലൂടെ നടക്കുമ്പോഴും തല ഉയർത്തി നടക്കുമ്പോഴും, പിന്നീട് TP ചന്ദ്രശേഖരന്മാര് 52 വെട്ടേറ്റ് വീഴുമ്പോഴും, കേരളം ആസകലം ഓടിയിടുന്ന VS അച്യുതാനന്ദനെ വെട്ടി നിർത്തുമ്പോഴും, അദ്ദേഹത്തിന് എങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാമെന്ന് ആലോചിക്കുമ്പോഴും ഒക്കെ അപ്പോഴെല്ലാം അദ്ദേഹം ഭക്തനായിരുന്നു. എന്തിന്? ശബരിമലയിലേക്ക് ചെറുപ്പക്കാരെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ട ആസൂത്രണങ്ങൾ നടത്തുമ്പോഴും. ചുമ്മാ കയറ്റിവിടാൻ പറ്റത്തില്ലല്ലോ. സർക്കാരിന്റെയും പോലീസിന്റെയും എല്ലാവരുടെയും സഹായം ഉറപ്പുവരുത്തണമല്ലോ. അങ്ങനെ സ്ത്രീ പ്രവേശനം സാധ്യമാകാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോഴും അദ്ദേഹം അയ്യപ്പ ഭക്തനായിരുന്നു. അതെങ്ങനെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ വളരെ നിഷ്ഠയുണ്ടായിരുന്നു. അതായത് ഈ അയ്യപ്പ ദർശനം എന്ന ഈ പുണ്യം, അത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. അക്കാര്യത്തിലൊരു സോഷ്യലിസം വേണം, സമത്വം വേണം, സ്ത്രീ പുരുഷ സമത്വം വേണം. എന്തുകൊണ്ടാണ് നിങ്ങൾ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ഈ ഭാഗ്യം നിഷേധിക്കുന്നത്? എല്ലാവരും ഭക്തരല്ലേ, മറ്റുള്ളവർക്ക് പോവാമെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് പോയി കൂടാ? ആ ഒരേ ഒരു ആഗ്രഹം സകലമാന ഭക്തർക്കും ഒരുപോലെ അയ്യപ്പ ദർശനം പ്രാപ്തമാകണം, ലഭിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി മാത്രമായിരുന്നു അതിന്റെ പിന്നില്. അത് ഒരു ശരിയായ ഭക്തന്റെ മനസ്സല്ലായിരുന്നുവെന്ന് ആർക്കെങ്കിലും
പറയാൻ പറ്റുമോ? ഇത്രയും കാലമായിട്ട് എല്ലാവരും പിണറായി വിജയനെ വിമർശിക്കുക, അവരുടെ പാർട്ടിക്കാരും എതിർ പാർട്ടിക്കാരും BJPയും കോൺഗ്രസും എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, അതായത് പിണറായി വിജയന്റെ മനസ്സിനുള്ളിൽ തുടിക്കുന്ന ഭക്തന്റെ ഹൃദയം കണ്ടെത്തിയ ഒരേ ഒരാൾ, അത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ്. അങ്ങേരെ പണ്ട് കേരള ത്വകാടിയ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെച്ചിരിക്കുന്ന ആളല്ല നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ്. അദ്ദേഹമൊക്കെ അങ്ങനെ പറഞ്ഞു, പൊയ്ക്കോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് അന്ന് മനസ്സിലായ ഒരു കാര്യം, ഭക്തശിരോമണിയായ പിണറായി വിജയൻ, അത് ജനങ്ങളോട് പറയാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയത് ഈ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വെച്ച. ഇത്ര വലിയ വിജയകരമായ ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ടും ഈ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് അച്യുതാനന്ദൻ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലം, അതിനെക്കുറിച്ച് ആളുകൾ ഇപ്പോഴും വേവലാതിപ്പെടുന്നവരാണ്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ വലിയ വിഷമം, വലിയ മാനസിക വിഷമമായിട്ട് അത് മാറിയിരിക്കുക. പണ്ടങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ ഞാനും പിണറായി ഭക്തനും കൂടെ ചേർന്ന് ഈ അയ്യപ്പ സംഗമം ഇത്രയും വിജയകരമായി നടത്തിയിട്ട് പോലും ചേട്ടാ ഇപ്പോഴും എന്തിനാണ് നിങ്ങൾ പഴയ സത്യവാങ്മൂലത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഇങ്ങനൊരു സംഗമം, അതും അതിവിജയകരമായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ സത്യവാങ്മൂലം ഇല്ലാതായി. അത് കോടതിയില്, സുപ്രീം കോടതിയിൽ അങ്ങനൊരു സത്യവാങ്മൂലം ഇല്ല എന്നുള്ളതിന്റെ തുല്യമാണ് അവസ്ഥ. കാര്യങ്ങളുടെ പോക്കങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സത്യവാങ്മൂലത്തെ കുറിച്ചൊന്നും പറയുകയൊന്നും വേണ്ട. അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പിണറായി വിജയൻ സഖാവിനെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം അയ്യപ്പ ഭക്തനായിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ഇനി സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് വന്നാലേ ഞങ്ങള് നിങ്ങളെ വിശ്വസിക്കൂ എന്നൊന്നും പറയരുത്. അങ്ങനെ ഡൗട്ടിങ് തോമസുമാരായിട്ട് നമ്മളാരും മാറാൻ പാടില്ല. സംഗമത്തിന് ആളില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പം ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി. ഈ അയ്യപ്പ വിഗ്രഹവും കൊടുത്ത് നമ്മുടെ മുഖ്യമന്ത്രിയെ അയ്യപ്പ ഭക്തനായിട്ട്, ആസ്ഥാന ഭക്തനായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനങ്ങ് പോയി. അതിനുശേഷം അവിടെ വല്ലവരും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ നമ്മൾ പാർട്ടിക്കാരെയും നമ്മുടെ കൂടെയൊക്കെ വന്നവരെയും, ഈ ദേവസ്വം ബോർഡിന്റെ ഒത്തിരി ഉദ്യോഗസ്ഥന്മാര് അവിടേക്ക് ഉണ്ടായിരുന്നല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലികൾക്കൊക്കെ ആയിട്ട് വന്നവര്, സാധാരണ ജോലി മുതൽ അതിന്റെ സംഘാടനം വരെയുള്ള വിവിധ ജോലികൾക്ക് വന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അവിടെ പിടിച്ചിരുത്തി നമ്മൾ അത്യാവശ്യം ഒരു സദസ്സ് സംഘടിപ്പിച്ചതാ. പിന്നാണല്ലോ ഈ ചർച്ച, ശബരിമല വികസനത്തെ കുറിച്ചുള്ള ചർച്ച. അപ്പോഴാളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇത്രയും ദൂരെ, ഇത്രയും വിദൂരമായ ഒരു സ്ഥലത്ത് അയ്യപ്പ സംഗമം പോലൊക്കെ ഒരു സമ്മേളനം, സെമിനാർ, സിമ്പോസിയം പോലൊക്കെ നടത്തിയാൽ ആരെങ്കിലും വരുമോ? 4245 പേര് രജിസ്റ്റർ ചെയ്ത ഓൺലൈനിൽ, വന്നത് 623 പേരാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഈ മാധ്യമക്കാർക്ക് എന്തിനാണ് ഈ കണക്കൊക്കെ ഇവർ കൊടുത്തത്? അതൊക്കെ ഒളിപ്പിച്ചു വെക്കണ്ടായോ? അതല്ലേ അതിന്റെ ഒരു ബുദ്ധി. പക്ഷെ കണക്ക് പുറത്തു വന്നു, സംഗതി ശരിയാ. എനിക്ക് തോന്നുന്നത് പലരും വന്ന വഴിക്ക് തിരിച്ചു പോയെന്നാ. കാരണം ഈ വരുന്ന വഴിക്ക് പ്ലാപ്പള്ളിയിലൊക്കെ എത്തി വനമോ കണ്ടപ്പോഴേ അവര് പേടിച്ചു കാണും. ചിലപ്പോൾ അയ്യപ്പ കോപം പോലും ഭയന്ന് കാണും. കാരണം അവിടെ നടക്കാൻ പോകുന്നത് എന്തുവാ? അയ്യപ്പന്റെ താല്പര്യത്തിന് അനുകൂലമായിട്ടുള്ളതല്ലല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പ സന്നിധിയിലേക്ക് പ്രായം കുറഞ്ഞ സ്ത്രീകളെ കടത്തിവിടാൻ പെടാപ്പാട് നടത്തിയവരല്ലേ ഈ സംഗമം നടത്തുന്നത്. അപ്പൊ ഇനി വല്ല പുരി ഇറങ്ങിയാലോ എന്ന് പേടിച്ച് പലരും തിരിച്ചു പോയി കാണുമെന്നാ എന്റെ ഒരു പേടി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാ നമ്മുടെ എഴുത്തുകാരനായ ആസാദ്, അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ ചുമരിൽ കൈവച്ച് ഒച്ചയില്ലാതെ നടന്നു പോകുന്ന കാറൽ മാർക്സിനെ കണ്ടതിനെ കുറിച്ച് എഴുതിയത് ഓർത്തത്. അത് കാണാത്തവരാരും ഉണ്ടെങ്കിൽ അതിവിടെ ഒന്ന് വായിക്കണമെന്ന് തോന്നി. ആസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ശീർഷകം ഭഗവത് മാനിഫെസ്റ്റോ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗീത എന്നാണ്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഇന്നലെ ഞാൻ കാറൽ മാർക്സിനെ കണ്ടു. ഒരു കവിത പോലെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഒരു കവിതയായിട്ട് തന്നെ നമുക്കത് വായിക്കാം. ഇന്നലെ ഞാൻ കാറൽ മാർക്സിനെ കണ്ടു. വെള്ളാപ്പള്ളിയുടെ ചുമലിൽ കൈവച്ച് ഒച്ചയില്ലാതെ നടന്നു പോകുന്നു. ഈ തെരുവിൽ താൻ വീണ് കിടക്കാത്ത ഓടകളില്ലെന്ന്, പണത്തിനിരക്കാത്ത പണിപ്പുരകളില്ലെന്ന്, ഉഴുതുമറിക്കാത്ത ചിന്തകളില്ലെന്ന്, മെരുക്കാത്ത ദർശനങ്ങളില്ലെന്ന്, തീ കൊളുത്താത്ത അധികാരങ്ങളില്ലെന്ന് അയാൾ മറന്നുപോയിരിക്കുന്നു. വാറണ്ടുകൾക്കും വടിവാളുകൾക്കും ഇടയിലൂടെ നടന്നുപോയിട്ടുണ്ട്. ഇന്ദ്രചന്ദ്രന്മാരെ നിരക്ക് നിർത്തിയിട്ടുണ്ട്. വാടകപ്പുരകളിലല്ലാതെ പാർത്തിട്ടില്ല. മരണത്തെയും പ്രണയത്തെയും കൂടെ കൊണ്ടു നടന്നിട്ടുണ്ട്.
കൊട്ടാരത്തിൽ ജനിച്ചെങ്കിലും ദരിദ്രനായി ജീവിച്ചു. ഏംഗൽസ് ആയിരുന്നു കൂട്ടുകാരൻ. ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ ചരിത്രം പറഞ്ഞവൻ പണക്കാരൻ. ഇന്നലെ കാണുമ്പോ അദാനിയെ കുറിച്ചായിരുന്നു സംസാരം. യൂസഫ് അലി ആയിരുന്നു ഫോണിൽ. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തന്നെ രക്ഷിച്ചവനെന്ന് അദാനി ആശ്ലേഷിക്കുന്നു. ജനാധിപത്യ വിപ്ലവത്തിന്റെ എംഗൽസ് എന്ന് തിരിച്ചുള്ള വിതുമ്പൽ. ദില്ലിയിൽ നമ്മുടെ രക്ഷകർ പുതിയ ഷെൽട്ടറുകൾ പണിയുന്നു. പൊരുതുന്നവർക്കുള്ള പുതിയ കമ്മ്യൂണുകൾ. സഹാവിനെ സഹായിക്കാൻ അവിടെ ബ്യൂറോയുണ്ട്. അദാനി സാഹചര്യം അറിയിക്കുന്നു. അമിത്ഷായുടെ മുഖമാണല്ലോ നിന്റെ വെള്ളാപ്പള്ളിക്ക്. അദാനി ഊറി ചിരിക്കുന്നു. ഈ പുസ്തകം വായിച്ചു നോക്കൂ. അയാൾ പറഞ്ഞു, നായനാർ സഖാവ് തുറന്നു നോക്കാതെ മാർപ്പാപ്പായ്ക്ക് കൊടുത്ത പുസ്തകമാണ്. വായനക്കാരനല്ലെങ്കിലും നീ ഇത് വായിക്കും. കാരണം നിന്റെ രക്ഷയ്ക്ക് ഇത് ഏറ്റവും ഉപകരിക്കും. ചുവന്ന കൊടികളുടെ കാലത്ത് നീ മാനിഫെസ്റ്റോ എഴുതി. നരച്ചു കാവ്യാകുന്ന കാലത്ത് അത് മതിയാവില്ലല്ലോ. വിപ്ലവങ്ങളുടെ ഗുരു വിമോചനത്തിന്റെ ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കൂ. എങ്ങനെ മികച്ച ഭക്തനാകാമെന്ന് ആഹ്വാനം ചെയ്യൂ. അവർ ഏറ്റുവിളിച്ചുകൊള്ളും. സർവരാജ്യ വിശ്വാസികളെ സംഘടിക്കുവിൻ. ഓ എന്റെ ഏംഗൽസ്, എല്ലാ കാലത്തും നീ എനിക്കായി ജീവിതവും ആനന്ദവും കൊണ്ടുവരുന്നു. കൊള്ളപ്പലിശക്കാരിൽ നിന്നും ഒറ്റുകാരിൽ നിന്നും എന്നെ രക്ഷിക്കുന്നു. നിനക്ക് ഞാൻ എന്റെ ഭൂമിയും ആകാശവും എഴുതി വെക്കുന്നു. എന്റെ ചരമോപചാരം ചെയ്യേണ്ടത് നീയാകണം. അദാനി ചിരിക്കുന്നു. ഹോ, ദില്ലിയുടെയും നാഗ്പൂരിന്റെയും ആ സമർപ്പണ ഭാഷ അതേപോലെ. ആ പിടിവരാത്ത ജർമ്മൻ ശാഠ്യമില്ല. ശാഖകളിലെ പ്രാർത്ഥന പോലെ വിശുദ്ധം. നിനക്ക് ചേരും വെള്ളാപ്പള്ളി. നിന്നെ അഭിവാദ്യം ചെയ്യും ആദിത്യനാഥ യോഗി. ഓ എന്തൊരു അഭിമാനം മാക്സി. ഒരു കൈയിൽ ഭഗവത്ഗീത, മറുകൈയിൽ കാവിച്ചം കൊടി. നിനക്കൊപ്പം ഞാനൊരു സെൽഫി എടുത്തോട്ടെ.